സീരിയൽ കില്ലേഴ്സിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ കില്ലർ മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് വ്യത്യസ്തനായ ഒരാളാണ്. ആ മനുഷ്യന്റെ പ്രവൃത്തികൾ കേട്ടാൽ ഏതൊരാൾക്കും തലകറക്കമുണ്ടായേക്കാം. അയാൾ മനുഷ്യരെ കൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി അതുകൊണ്ട് അച്ചാറിടുമായിരുന്നു. ഹ്യൂമൻ ബോഡി പിക്കിൾസ്. അയാൾക്ക് ഒരു മീറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു. ആ ഷോപ്പിൽ ചിക്കൻ്റെയും മട്ടൻ്റെയും കൂടെ മനുഷ്യന്റെ മാംസം അയാൾ വിൽക്കുമായിരുന്നു അത്രേ. ഒടുവിൽ അയാൾ അറസ്റ്റിലായത് ഒരു ഭിക്ഷക്കാരന്റെ സഹായത്തോടു കൂടിയായിരുന്നു. ഇനി അധികമൊന്നും വലിച്ചു നീട്ടാതെ നേരെ നമുക്ക് കാര്യത്തിലേക്ക് വരാം. പോളണ്ടിലാണ് കാൾ ഡേങ്കയുടെ ജനനം. വർഷം 1860 ഫെബ്രുവരി 11. ഇയാൾക്ക് ആളുകളുടെ ഇടയിൽ ഒരു നല്ല ഇമേജ് ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാവരെയും മനസ്സറിഞ്ഞ് സഹായിക്കുന്ന ഒരാളായിരുന്നു കാൾ ഡേങ്കെ. ഇക്കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇയാളെ എല്ലാവരും ഫാദർ ഡെങ്കെ എന്നാണ് വിളിച്ചിരുന്നത്. മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നുള്ള ഒരാളായിട്ട് പോലും ആരെന്ത് സഹായം ചോദിച്ചാലും ഡേങ്കെ അത് നടത്തി കൊടുക്കുമായിരുന്നു. എന്നിരുന്നാലും ഫാദർ ഡേങ്കയ്ക്ക് മറ്റൊരു മുഖം കൂടി ഉള്ള കാര്യം അവിടെ ആർക്കും അറിയില്ലായിരുന്നു. അതാണ് സത്യം. ഇയാൾക്ക് ടൗണിൽ ഒരു ഇറച്ചിക്കടയുണ്ടായിരുന്നു. അതുകൂടാതെ തുകൽ കൊണ്ടുള്ള വസ്തുക്കളും ആ ഇറച്ചിക്കടയിൽ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ 1984 ഡിസംബർ 21 ഒരു ഭിക്ഷക്കാരൻ പോലീസിനെ സമീപിക്കുകയാണ്. അയാളുടെ ശരീരമാകെ രക്തത്തിൽ കുളിച്ചിരുന്നു. ആ ഭിക്ഷക്കാരൻ പോലീസിനോട് പറയുകയാണ് ഫാദർ ഡേങ്കെ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന്. മൂച്ചേറിയ കോടാലി കൊണ്ട് തന്റെ തലക്ക് വെട്ടിയെന്നും ആ ഭിക്ഷക്കാരൻ പോലീസിനോട് പറഞ്ഞു. ഫാദർ ഡേങ്കെ താമസിച്ചിരുന്ന ആ പട്ടണം ചെറുതായിരുന്നത് കൊണ്ട് അധികം ആളുകൾക്കും ഡേങ്കയെ നല്ല പരിചയമുണ്ടായിരുന്നു. എന്തുകൊണ്ടോ ഭിക്ഷക്കാരൻ പറഞ്ഞ വാക്കുകളിൽ ചിലത് പോലീസിന് വിശ്വാസയോഗ്യമായിരുന്നു. അതുകൊണ്ട് പോലീസ് ഡേങ്കയെ അറസ്റ്റ് ചെയ്തു. എന്നിട്ടൊരു വാണിംഗ് കൊടുത്തിട്ട് അയാളെ വിട്ടയക്കുകയും ചെയ്തു. അറസ്റ്റിന് ശേഷം തിരികെ എത്തിയ ഡേങ്കെ ആകെ അസ്വസ്ഥനായിരുന്നു. ഇനി അധികം താമസിയാതെ തന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴും, താൻ പിടിക്കപ്പെടും എന്ന ചിന്തയാൽ ഫാദർ ഡേങ്കെ തന്റെ ജീവൻ സ്വയം അവസാനിപ്പിച്ചു. ഡേങ്കയുടെ അപ്രതീക്ഷിതമായ മരണത്തെ തുടർന്ന് പോലീസ് അയാളുടെ അപ്പാർട്ട്മെന്റിൽ പരിശോധിച്ചു. ആ പരിശോധനയിൽ പോലീസ് കണ്ടെടുത്ത തെളിവുകൾ വളരെ വലുതായിരുന്നു. അതെല്ലാരെയും ഞെട്ടിച്ചു കളഞ്ഞു. കഴിഞ്ഞുപോയ ആ 4 വർഷ കാലയളവിൽ ആ നഗരത്തിൽ നിന്നും കാണാതായ ഒട്ടുമിക്ക ആളുകളെയും കൊന്നൊടുക്കിയത് ഫാദർ ഡേങ്കെ ആയിരുന്നു. അയാളുടെ അപ്പാർട്ട്മെന്റിൽ ഒരുപാട് ഫ്രീസറുകളും അതിനുള്ളിൽ മുഴുവനും മീറ്റുകളും വെച്ചിരുന്നു. അതുകൂടാതെ അച്ചാർ തയ്യാറാക്കുന്ന ഭരണികൾ, തയ്യാറാക്കിയ അച്ചാറുകൾ ഇവയെല്ലാം പോലീസ് അവിടെ നിന്ന് കണ്ടെടുത്തു. ആ പരിശോധനയിൽ പോലീസ് അവിടെ നിന്നും കണ്ടെടുത്ത മീറ്റുകളെല്ലാം തന്നെ കോഴിയുടെയോ ആടിൻ്റെയോ അല്ലായിരുന്നു, മറിച്ച് മനുഷ്യന്റെ മാംസം തന്നെയായിരുന്നു. കഴിഞ്ഞു പോയ ആ 2 വർഷത്തിനുള്ളിൽ ഏകദേശം 40-ലധികം ആളുകളെ കൊന്ന് അവരുടെ മാംസം ഉപയോഗിച്ച് ഡേങ്കെ അച്ചാർ ഉണ്ടാക്കിയതായിട്ടാണ് തെളിവുകളിൽ നിന്നും കണ്ടെത്താനായ ഞെട്ടിക്കുന്ന സത്യം. ഒരു മുറിയിൽ നിന്ന് നിറയെ ഉണങ്ങിയ കട്ട പിടിച്ച രക്തത്തോടു കൂടിയ മനുഷ്യ മാംസം കണ്ടെടുത്തിരുന്നു. 300-ൽ പരം ആളുകളുടെ എല്ലുകളും 260-നടുത്ത ആളുകളുടെ പല്ലുകളും മറ്റൊരു മുറിയിൽ നിന്നും കണ്ടെടുക്കപ്പെട്ടിരുന്നു. അതുമാത്രമല്ല, മനുഷ്യന്റെ തൊലി ഉപയോഗിച്ചുണ്ടാക്കിയ ചില വസ്തുക്കളും അവിടെ നിന്ന് കിട്ടിയിരുന്നു. 7 ജാറിലായി ഹ്യൂമൻ മീറ്റ് പിക്കിൾ അവിടെ നിന്ന് കണ്ടെടുത്തു. ഫാദർ ഡേങ്കയുടെ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെട്ട ആ ഭിക്ഷക്കാരൻ കാരണമാണ് പോലീസിന് ഡേങ്കയുടെ അടുത്തെത്താൻ കഴിഞ്ഞത്. അല്ലായിരുന്നുവെങ്കിൽ ഡേങ്കയെ ആർക്കും പിടികൊടുക്കാതെ ഇന്നും മനുഷ്യ മാംസം കൊണ്ട് അച്ചാർ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇരുന്നേനും. എന്നാലും ഒരു മനുഷ്യന് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്യുന്ന സ്വന്തം വീട്ടിൽ രക്തവും മാംസവും എല്ലുകളും പല്ലുകളും ഇതിൻ്റെയൊക്കെ നടുവിൽ എങ്ങനെയാണ് ജീവിക്കുക? എങ്ങനെയാണ് ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്യുക? എനിക്കതേക്കുറിച്ച് ആലോചിക്കാൻ കൂടി സാധിക്കുന്നില്ല. ഫാദർ ഡേങ്കെ എന്ന് വിളിപ്പേരുള്ള ഇവനെയൊക്കെ ശരിക്കും എന്താണ് വിളിക്കുക? അത് നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക.